ഹലോ ഫ്രണ്ട്സ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ മണി പ്ലാന്റ്സിനെ പറ്റിയാണ്. ഇന്ന് ഞാൻ പറയുന്നത് മണി പ്ലാന്റ്സിൻ്റെ കെയർ, അതുപോലെ തന്നെ എങ്ങനെ ബുഷിയായിട്ട് വളർത്തണം. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ മണി പ്ലാന്റ്സ് വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് റൂട്ട്സ് എല്ലാം ചീത്തയായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ചെറിയ ചെറിയ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റീസിലുള്ള മണി പ്ലാന്റ്സ് ഉണ്ട്. ഇത് സാറ്റിൻ മണി പ്ലാന്റ് ആണ്. ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ സിൽവർ സ്പോട്ടുകളുണ്ട്, അതുപോലെ മാർക്സ് ഉണ്ട്. നല്ല ബുഷിയായിട്ട് വളരുന്നതാണ്. ഇത് മാർബിൾ പ്രിൻസ് മണി പ്ലാന്റ് ആണ്. ഇതിന് കുറച്ച് സ്ലോ ആയിട്ടാണ് വളരുന്നത്. കമ്പയർഡ് ടു നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന മണി പ്ലാന്റിനേക്കാളും കുറച്ച് സ്ലോ ആയിട്ടാണ് വളരുന്നത്. ഇത് വന്നിട്ട് മാർബിൾ പ്രിൻസ് മണി പ്ലാന്റ് ആണ്. ഇത് എൻജോയ് പോത്തോസ് അല്ലെങ്കിൽ പേൾ മണി പ്ലാന്റ്. ഇത് ഗോൾഡൻ മണി പ്ലാന്റ് അല്ലെങ്കിൽ നിയോൺ പോത്തോസ് എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഈ മണി പ്ലാന്റ്. ഇത് മണി പ്ലാന്റിന്റെ കോമ്പാക്ട് വെറൈറ്റിയിലുള്ളതാണ്. മാർബിൾ ക്യൂൻ മണി പ്ലാന്റ്. മണി പ്ലാന്റ്സിന് വേറൊരു പേരും കൂടെ ഉണ്ട്, പോത്തോസ്. സാധാരണ ഏഷ്യൻ കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ മണി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. മണി പ്ലാന്റ് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മളിപ്പോൾ സാധാരണയായി വീടിൻ്റെ ഉള്ളിലാണ് മണി പ്ലാന്റ്സ് വെക്കുന്നത്. മിക്കവാറും ഗ്ലാസ് കണ്ടെയ്നേഴ്സിൻ്റെ അകത്തും ബോട്ടിൽസിൻ്റെ അകത്തും ഒക്കെയാണ് നമ്മൾ സാധാരണ വെക്കുന്നത്. പക്ഷേ മിക്കവാറും എല്ലാവരും പറയുന്നത് വീടിനുള്ളിൽ മണി പ്ലാന്റ് വെക്കുമ്പം മിക്കവാറും അതിൻ്റെ റൂട്ട്സ് ഒക്കെ അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലീവ്സ് ഒക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഉണങ്ങി പോകാനുള്ള ചാൻസ് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ സാധാരണ മണി പ്ലാന്റ്സ് വീടിനുള്ളിൽ വെക്കുന്ന ആളാണ്. അപ്പം ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. എങ്ങനെയാണ് മണി പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളരുന്നത്, അപ്പം അതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കേണ്ടത്, അതിൻ്റെ കെയറിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. മണി പ്ലാന്റ്സ് സിംഗിൾ ലീഫിൽ വേണമെങ്കിലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. സാധാരണ ഒരു ഗ്ലാസിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും ഒരു ലീഫും ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ വേരിറങ്ങി വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സിംഗിൾ ലീഫായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പോട്ടിലേക്ക് മാറ്റാം. ഈ കാണുന്ന മണി പ്ലാന്റ് ഞാൻ കുറച്ച് നാൾ മുമ്പ് വെള്ളത്തിൻ്റെ അകത്ത് വെച്ചിരുന്നതാണ്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ലീവ്സ് എല്ലാം തന്നെ അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ലീഫൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഇതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വെള്ളത്തിൽ തന്നെ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മൾ ഒരാഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും വെള്ളം മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഉണങ്ങി നിൽക്കുന്ന ഇലകൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റൂട്ട്സ് എല്ലാം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതെല്ലാം തന്നെ ചീത്തയായി പോയിട്ടുണ്ട്. കൂടുതലും ഒരേ വെള്ളത്തിലിരുന്നതിൻ്റെ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ആദ്യം നമുക്ക് ചീത്തയായ ചെടികളെല്ലാം തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. ഈ റൂട്ട്സ് ഒക്കെ നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് മാറ്റാം. ഇത് വന്നിട്ട് കറുവപ്പട്ട പൊടിച്ചതാണ്. നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. അത് മാത്രമല്ല, നമ്മുടെ നശിച്ചു പോയിരിക്കുന്ന ആ റൂട്ട്സിൻ്റെ ഭാഗത്തെല്ലാം കറുവപ്പട്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അത് വളർന്നു വരുന്നത് കാണാം. ഇത് തന്നെ നമുക്ക് വെള്ളത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുമ്പം ഒരു പിഞ്ച് കറുവപ്പട്ട പൊടിച്ചത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നത് കാണാം. ഇനി മണി പ്ലാന്റ് പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരും. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് മണി പ്ലാന്റ് വെക്കാം. ഇനി വെള്ളത്തിൽ എങ്ങനെയാണ് നമുക്ക് ബുഷിയായിട്ട് മണി പ്ലാന്റ് വളർന്നു വരുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണ പോട്ട് എടുക്കുമ്പം നല്ല വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുക്കാൻ ശ്രമിക്കുക.
ഇതിപ്പം നല്ല ലോങ് ആയിട്ടുള്ള മണി പ്ലാന്റ് ആണ്. വളർന്ന് നല്ല ഹെൽത്തി ആയിട്ട് ലോങ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അത് ഞാൻ ഇതേപോലെ ഇപ്പം ഇതിൽ കാണുന്ന പോലെ തന്നെ ആ നോഡിൻ്റെ അടുത്തും ഒരു ലീഫും എന്ന പാകത്തിന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, അത് ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ലീവ്സും അതിൻ്റെ കൂടെ തന്നെ ഒരു ലീഫും അതിൻ്റെ കൂടെ ഒരു നോഡും, ആ ഒരു രീതിയിൽ. കാരണം വേരുണ്ടെങ്കിലേ പെട്ടെന്ന് മണ്ണിൽ വെച്ച് കഴിഞ്ഞാലും വെള്ളത്തിൽ വെച്ചാലും പെട്ടെന്ന് വളർന്നു വരത്തുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ലീവ്സ് കുറച്ച് എടുക്കാം. സാധാരണ ഒരു ലീഫ് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം, പക്ഷെ കുറച്ച് ഏറെ സമയമെടുക്കും. അതുകൊണ്ടാണ് ഒരു നോഡും അതുപോലെ തന്നെ ഒരു ലീഫും ഉള്ളത് എടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നല്ല ബുഷി ആയിട്ട് കിളിച്ചു വരും. ഇനി ഇപ്പം നമ്മൾ പോട്ടിലോട്ട് വെക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ച് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ക്ലേ ബോൾസ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, ഒന്ന് അതിന് നിൽക്കാൻ പാകത്തിനുള്ള രീതിയിൽ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പിഞ്ച് സിനമൺ പൗഡർ അല്ലെങ്കിൽ കറുവപ്പട്ട പൊടിച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കാം. കാരണം ഇതിൻ്റെ റൂട്ട്സ് എല്ലാം തന്നെ ചീത്തയായിട്ടിരിക്കുകയാണ്. അതൊന്ന് ക്യൂർ ആവുന്നത് വരെ ആഴ്ചയിൽ 2 തവണ വെള്ളം മാറ്റണം. എന്നാലേ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ടിരിക്കുന്ന മണി പ്ലാന്റ് കിട്ടത്തുള്ളൂ. സാധാരണ വെള്ളത്തിൽ വെച്ചിട്ട് നമ്മളങ്ങ് പോകും, പിന്നെ മണി പ്ലാന്റ് കുറേ ദിവസം കഴിയുമ്പം വളരെ ഏറെ ചീഞ്ഞ് പോകുന്നത് കാണാൻ പറ്റും. ഇത് ഞാൻ ഫിഷ് ബൗളിൽ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സിലെല്ലാം ഞാൻ ഫിഷ് ഇടുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഞാൻ മണി പ്ലാന്റ് ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് കാണുമ്പം ഒരു ഭംഗിയാണ്. പ്രത്യേകിച്ച് അതിനും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മിക്കപ്പോഴും ഇതിൻ്റെ സ്റ്റെമ്മിലും റൂട്ട്സിലും ഒക്കെ അതിലിങ്ങനെ ഇരിക്കുന്നത് കാണാം. ഇട്ടിരിക്കുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ട് ഈ മണി പ്ലാന്റ്സ് നമ്മൾ ഇടുമ്പം അത് നല്ലതായിട്ട് വളർന്നു വരുന്നത് കാണാൻ സാധിക്കും. മണി പ്ലാന്റ് ലോ മെയിൻ്റനൻസ് ആണ്, നല്ലൊരു എയർ പ്യൂരിഫയർ പ്ലാന്റും കൂടെയാണ്. അതുപോലെ തന്നെ കൊക്കഡാമയായിട്ട് വേണമെങ്കിലും മണി പ്ലാന്റ്സ് ഇടാൻ സാധിക്കും. PVC പൈപ്പിൽ വെച്ചതിന് ശേഷം അതിൽ മണി പ്ലാന്റ് നമുക്ക് വെക്കാൻ സാധിക്കും. നല്ല ലെങ്ത്തിലുള്ള മണി പ്ലാന്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പോട്ടിൽ ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോലും ബുഷിയായിട്ട് അത് വളർന്നു വരും. മണി പ്ലാന്റ്സിന് ലോ സൺലൈറ്റ് ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഷെയ്ഡ്സിലാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നത് കാണാം. ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകളും ഇൻഡോറിലാണ് വെക്കുന്നത്. ഇൻഡോറിലാണെങ്കിൽ പോലും ഇടയ്ക്കൊന്ന് വെയിൽ സൺലൈറ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചെടിക്ക് അതിൻ്റെ ഒരു ഗ്രോത്ത് നല്ല ഒരു റിസൾട്ട് കാണാൻ സാധിക്കും. നല്ല ലെങ്തായിട്ട് നമ്മൾ സാധാരണ മണി പ്ലാന്റ്സ് ഒക്കെ വീടിനുള്ളിൽ വെക്കാറുണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ വെക്കുന്ന സമയത്ത് ഓരോ നോട്ട്സും ഓരോ റൂട്ട്സ് വരുന്ന ഭാഗത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒന്നീ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് ഒരു 2-3 സ്പൂണ് പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നല്ല കാൽസ്യം കണ്ടൻ്റ് ഒക്കെ ഉള്ളത് കാരണം ഈ പ്ലാന്റ് നന്നായിട്ട് തന്നെ വളർന്നു വരുന്നതാണ്. ഹാങ് ചെയ്തിട്ടിരിക്കുന്ന മണി പ്ലാന്റ്സ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. മണി പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ മണി പ്ലാന്റ് കട്ട് ചെയ്ത് വെക്കുവാണെങ്കിലും നല്ലതാണ്. നമുക്കത് റൂട്ട് വരുന്ന സമയത്ത് പോട്ടിലേക്ക് മാറ്റാവുന്നതാണ്.
നമ്മൾ സാധാരണ നോർമലായിട്ട് കാണുന്ന മണി പ്ലാന്റ്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ മണി പ്ലാന്റ് ഭയങ്കര സ്ലോയിലാണ് വളർന്നു വരുന്നത്. പക്ഷെ വളർന്ന് താഴോട്ട് ലെങ്ത്തിൽ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു നേരത്തെ നമ്മൾ കാണിച്ച മാതിരി ചെറിയൊരു നോഡും ഒരു ലീഫും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരും. സാധാരണ നോർമലായിട്ടുള്ള മണി പ്ലാന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആണെന്നേ ഉള്ളൂ. ഇപ്പം എല്ലാവരും തന്നെ വീടിനുള്ളിൽ ഏതൊക്കെ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വീടിൻ്റെ അകത്തെ ഡെക്കറേഷൻസ് ഭംഗിയാക്കാമോ അതെല്ലാം നോക്കാറുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാറുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സാധാരണ വെള്ളത്തിൽ വെക്കുന്ന മണി പ്ലാന്റ്സിന് ഗ്രോത്ത് വളരെ സ്ലോ ആണ്. നമ്മൾ വെളിയിൽ സൺലൈറ്റിലൊക്കെ കൊണ്ട് നല്ലൊരു എയർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, എയർ വെന്റിലേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മണി പ്ലാന്റ് പെട്ടെന്ന് വളർന്നു വരും. അപ്പോൾ ചെറിയ ഒരു വിൻഡോ സൈഡിലൊക്കെ മണി പ്ലാന്റ് ഇട്ട് കഴിഞ്ഞാലും വേഗം വളർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.